കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതിയിൽ ഒരു മരണം. അഴീക്കോട് കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മാട്ടൂൽ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. കനത്ത മഴയിൽ ചെറുപുഴ മുളപ്ര പാലം മുങ്ങി. സമീപത്തെ കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കാര്യങ്കോട് പുഴ കരകവിഞ്ഞു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കണ്ണൂർ ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളാണോ അതിശക്തമായ മഴയെ തുടർന്നുണ്ടാകുന്നത്? കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ ഇന്നും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അഴീക്കോട് ആനിവയൽ കുളത്തിലാണ് ഇന്ന് 11 മണിയോടുകൂടി കുളിക്കുന്നതിനിടയിൽ യുവാവിനെ കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടയിലാണ് ഇയാളെ കാണാതായത്. മാട്ടൂർ സ്വദേശിയായ 21-കാരൻ ഇസ്മായിലിനെയാണ് കാണാതായത്. തുടർന്ന് ഫയർഫോഴ്സ് ഏറെ നേരം പരിശോധന നടത്തി. ശേഷം സ്കൂബ ടീമും പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഇപ്പോൾ ഇസ്മായിലിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അല്പസമയത്തിനുള്ളിൽ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനിടെ തളാപ്പിൽ കനത്ത മഴയിൽ ഒരു സ്ത്രീയുടെ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. തളാപ്പ് സ്വദേശി തട്ടാരത്ത് സജിതയുടെ വീടിന്റെ ഒരു ഭാഗമാണ്, അടുക്കള ഭാഗമാണ് തകർന്നിരിക്കുന്നത്. ഒപ്പം പലയിടങ്ങളിലും ജലനിരപ്പ് അതിശക്തമായി പുഴകളിലുമൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപുഴ മേഖലയിലൊക്കെ ചെറുപുഴ മുളപ്രപ്പാലം വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. കാര്യങ്കോട് പുഴയും കരകവിഞ്ഞ് ഒഴുകുന്നു. ഇരിട്ടിയിലും ആ പുഴ അതിശക്തമായി കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടിയൂരിൽ തീർത്ഥാടകർക്ക് വേണ്ടി ബാവലിപ്പുഴയിൽ നിർമ്മിച്ച തടയണ രാവിലെ തകരുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കനത്ത മഴ ജില്ലയിൽ തുടരുകയാണ്.